തലസ്ഥാന നഗരിയിൽ താമര വിരിയിച്ച ഞങ്ങൾ ഇനി കേരളത്തിലും താമര വിരിയിക്കും. ഇത് പറഞ്ഞ് വോട്ട് പിടിച്ചവർ ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ അക്ഷരാർത്ഥത്തിൽ തകർന്നെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഴിമതിയും കെടുകാര്യസ്ഥതയും ഗ്രൂപ്പ് പോരും കാരണം BJP കോട്ടകൾ ഒന്നൊന്നായി തകരുമ്പോൾ തിരുവനന്തപുരത്തെ അടിപതർന്ന BJP ആണ് കാണുന്നത്. ഒരു കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന BJPക്ക് ഇന്ന് സ്വന്തം കൗൺസിലർമാരെ പോലും ഒന്നിപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇതിനിടയിലാണ് കേന്ദ്ര സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ പുകയുന്ന തർക്കങ്ങൾ പുറത്തേക്കെത്തുന്നത്. സ്വന്തം അണികളെയും നേതാക്കളെയും തഴഞ്ഞ് ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും സ്ഥാനമാനങ്ങൾ വെച്ചു വിളമ്പുന്ന കാര്യത്തിൽ BJP നേതാക്കൾ ഒട്ടും പിന്നിലല്ല എന്ന് ഈ നിയമന വിവാദങ്ങൾ തെളിയിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസിന് എപ്പോഴും കുടുംബവാഴ്ച പറയുന്ന BJPക്കാര് ഈ സത്യം പുറത്തു വന്നതോടുകൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് നിയമിച്ചിരിക്കുന്നത് ഒരു രാജസ്ഥാൻ സ്വദേശിയാണ്. കേരളത്തിൽ യോഗ്യരായ അഭിഭാഷകരോ പാർട്ടി അണികളോ ഇല്ലേ എന്നാണ് സ്വന്തം അണികൾ തന്നെ ഈ വിഷയത്തിൽ ചോദിക്കുന്നത്. ഇതിലും വലിയ വിരോധാഭാസമാണ് ബന്ധു നിയമനങ്ങൾ. BJP നേതാവ് നോബിൾ മാത്യുവിന്റെ മകൾ ദീപ നോബിളിനെ എറണാകുളം ജില്ലയുടെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് നിയമിച്ചതും ഹൈക്കോടതി കൗൺസിലായിട്ട് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ബന്ധു ഇടം പിടിച്ചതുമെല്ലാം പാർട്ടിയിലെ സാധാരണക്കാരെ അണികളോടുള്ള വെല്ലുവിളി തന്നെയാണ്. വിയർപ്പൊഴുക്കി പാർട്ടിയെ വളർത്തുന്ന സാധാരണക്കാരെ മൂലക്കിരുത്തി നേതാക്കളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ചുവപ്പ് നാടവിരിക്കുന്ന കുടുംബ മഹിമയാണ് ഇപ്പോൾ BJPയിൽ അരങ്ങേറുന്നത്. BJPയുടെ തകർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു സുഗതന്റെ ജാമ്യം റദ്ദാക്കിയ സംഭവമെന്ന് നമ്മൾ മറന്നുപോകരുത്. ഭരണപക്ഷത്തെത്തിയിട്ടും ഭരിക്കാൻ കൽപ്പില്ലാത്തവർ ഒടുവിൽ സ്വന്തം നേതാക്കളുടെ ജാമ്യം പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതോടെ BJPയുടെ കപടധാർമ്മികതയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. നഗരസഭയിൽ BJPക്കെതിരെ ഉയരുന്ന ജനവികാരത്തിന്റെ അടിവരയിടുന്ന സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നൽകിയ അവിശ്വാസ പ്രമേയം. കോൺഗ്രസും LDFും ഒരുപോലെ ഭരണസമിതിയുടെ പരാജയങ്ങൾ എണ്ണി പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ മറുപടി നൽകാൻ പോലും ആകാതെ BJP അംഗങ്ങൾ വിയർക്കുകയായിരുന്നു. ജനങ്ങളുടെ നികുതി പണം ധൂർത്തടിക്കുന്ന, വികസനം മുരടിപ്പിക്കുന്ന ഈ ഭരണസമിതിക്കെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമായിരുന്നു അവിശ്വാസ പ്രമേയം. നഗരസഭ ഭരിക്കുന്നവർക്ക് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമില്ല എന്ന് അത് വീണ്ടും തെളിയിച്ചു. നഗരസഭയിൽ BJPയുടെ അവസ്ഥ കണ്ടാൽ ഇന്ന് സഹതാപം തോന്നും. അഴിമതിക്കെതിരെ പ്രസംഗിക്കുകയും സ്വന്തം വീട്ടിൽ അഴിമതി നടത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവരുടേത്. വോട്ട് തന്ന ജനങ്ങളെ മറന്ന് ഗ്രൂപ്പ് കളികളിലും ബന്ധുനിയമനങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന BJP നേതൃത്വം തിരുവനന്തപുരം നഗരസഭയെ ഒരു വലിയ ദുരിതത്തിലേക്ക് നയിക്കുകയുമാണ്. അധികാരം കയ്യിലുണ്ടായിട്ടും ഒരു വികസനം കൊണ്ടുവരാൻ കഴിയാത്തവർ ഇപ്പോൾ ജനങ്ങളുടെ മുൻപിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ തകർച്ച താൽക്കാലികമല്ല. BJPയുടെ അഹങ്കാരത്തിനും കെടുകാര്യസ്ഥതയ്ക്കും ജനങ്ങൾ നൽകുന്ന ശക്തമായ തിരിച്ചടിയുടെ തുടക്കം മാത്രമായിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ ഈ പതനം വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകൾ നൽകുകയാണ്. ജനങ്ങളെ വഞ്ചിച്ചവർക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന് ഓർക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും.